ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 50,000 ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണം ബിഗ് ഫോർ എന്നറിയപ്പെടുന്നൊരു 4 പാമ്പുകളാണ്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, പിന്നെ 2 തരം അണലികളും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ 4 പാമ്പുകളെക്കുറിച്ചുള്ള കുറേയേറെ വിവരങ്ങളാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന 4 പാമ്പുകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് മൂർഖനെക്കുറിച്ചാണ്, അഥവാ സ്പെക്ടക്കിൾ കോബ്ര. അപ്പം പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്ക് മൂർഖനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. കാടിലും നാട്ടിൻപുറങ്ങളിലൊക്കെ പത്തിയെടുത്ത് നിൽക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും, അല്ലേ? സാധാരണ പത്തിയെടുത്ത് നിൽക്കുന്ന സമയത്ത് മൂർഖൻ്റെ പത്തിയുടെ പുറകിലായിട്ട് 2 കണ്ണാടി അടയാളങ്ങൾ കൊണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സ്പെക്ടക്കിൾ കോബ്ര എന്ന് വിളിക്കുന്നത്. പക്ഷേ അതേസമയം ഈ പത്തിയെടുക്കാതെ മൂർഖൻ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ചേരയുമായിട്ട് സംശയം തോന്നാം. ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്, കേരളത്തിലെ പാമ്പുകൾ എന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ റെസ്പെക്റ്റ് കൂടുതൽ കൊടുത്ത് നമ്മൾ ചേര സാറെന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ചേരസാറുമായിട്ട് വളരെ സാമ്യമൊക്കെ തോന്നും മൂർഖൻ എഴഞ്ഞു പോകുന്നത്. പക്ഷേ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അപ്പോൾ ചേരയെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് താഴെ കുറേയേറെ ബ്ലാക്ക് ലൈന്, ചെറിയ കറുത്ത നിറത്തിലുള്ള ലൈനുകൾ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇത് മൂർഖനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം വെച്ച് നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് എളുപ്പത്തിൽ ചേരയെ മൂർഖനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, മൂർഖൻ ചില തവിട്ട് നിറത്തിലാണ് സാധാരണ കാണുന്നത്. ബ്രൗൺ കളർ, ഇളം മഞ്ഞ നിറത്തിൽ കാണാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റിൻ്റെ അനുസരിച്ച് കറുപ്പ് നിറത്തിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ, മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ കരിമൂർഖൻ എന്നുള്ള നല്ല കറുത്ത നിറത്തിലുള്ള മൂർഖനൊക്കെയാണ് കാണുന്നത്. ചില സമയത്ത് കേരളത്തിലൊക്കെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ലോറി വഴിയോ എങ്ങനെങ്കിലും വേറെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള മൂർഖനൊക്കെ ആയിരിക്കും ഈ കരിമൂർഖൻ. അല്ലെങ്കിൽ സാധാരണ മൂർഖൻ കാണുന്നത്, നമ്മുടെ കേരളത്തിൽ കാണുന്നത് തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലോ ഒക്കെ, അപൂർവമായിട്ട് ഗോൾഡൻ കളറിലുള്ള മൂർഖനെയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പല നാടുകളിലും ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം തവിട്ട് നിറത്തിലുള്ളതിന് പുല്ലാനി മൂർഖൻ എന്നും, കറുത്ത നിറമുള്ളതിന് കരിമൂർഖൻ എന്നും, ഇപ്പം ചില സ്വർണ്ണ നിറത്തിലുള്ളതിനൊക്കെ സ്വർണ്ണ നാഗമെന്നും ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് കേരളത്തിൽ നമുക്ക് ഒറ്റ സ്പീഷീസേ ഉള്ളൂ, സ്പെക്ടക്കിൾ കോബ്ര അല്ലെങ്കിൽ നാജ എന്ന ലാറ്റിൻ നെയിമിൽ അറിയപ്പെടുന്ന ആ പാമ്പ് മാത്രം. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും വേറെ കുറേ സ്പീഷീസുകളെ നമുക്ക് കാണാറുണ്ട്. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൂർഖൻ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നത് അത് മൂർഖൻ പേടിച്ചിട്ടാണ്. ഭയങ്കര അത് പേടിച്ച് ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഈ പത്തിയെടുത്തിരിക്കുന്നത്. പത്തിയെടുത്തിരിക്കുമ്പോഴത്തേക്കിന് വേറെ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പാമ്പാട്ടികൾ പാമ്പുകളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ പാമ്പാട്ടികൾ പാമ്പുകളായിട്ട് വരുന്ന അവർ സാധാരണ മൂർഖനായിട്ടാണ് വരുന്നത്. അവർ മൂർഖൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ പത്തി എടുത്തു കഴിഞ്ഞാൽ ആ പത്തിക്ക് കൊത്താൻ പറ്റുന്ന ആ ദൂരത്ത് മാത്രമേ മൂർഖൻ വരുള്ളൂ. അവിടെ തന്നെ പത്തിയെടുത്ത് പേടിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പാമ്പാട്ടികളും അവർ അണലിയെ എടുത്ത് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെ എടുത്തിട്ട് അവർ കൊണ്ടു നടക്കുന്നത് കാണത്തില്ല. കാരണം അത് വളരെ അൺപ്രഡിക്റ്റബിളാണ്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറാണ് അതിൻ്റെ. അതേസമയം മൂർഖന് എളുപ്പത്തിൽ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം പാമ്പാട്ടികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഇതിൻ്റെ വായൊക്കെ തുന്നിക്കെട്ടിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇതിൻ്റെ പല്ലുകൾ പറിച്ച് കളഞ്ഞിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. വേറെ ഒരു രസകരമായ കുറേ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ ചോദിക്കാറുണ്ട്, മൂർഖൻ്റെ പല്ല് പറിച്ച് കളഞ്ഞാൽ അത് വീണ്ടും വരുമോ എന്ന്. മൂർഖൻ്റെയൊക്കെ പല്ലിൻ്റെ പറിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ അസ്ഥികൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പല സമയത്തുമൊക്കെ ഈ മൂർഖൻ്റെ പല്ലുകൾ തിരിച്ച് വളരാറുണ്ട്. അപ്പം വളർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പാമ്പാട്ടികൾക്ക് അറിയത്തില്ല, അവർ അങ്ങനെ കുറേയേറെ ആൾക്കാർ കടികെട്ടി മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓവി പാരസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്? ഓവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ജീവികളെയാണ് ഓവി പാരസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആമകളും കുറേയേറെ പല്ലികളും ഒക്കെ ഓവി പാരസ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ് മൂർഖനും വെള്ളിക്കെട്ടനും ഒക്കെ ഓവി പാരസാണ്. മൂർഖൻ്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. അങ്ങനെയുള്ള വിഷത്തെ ന്യൂറോടോക്സിക് വെനം എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ചില പാമ്പുകളൊക്കെ നമ്മൾ കേട്ട് കാണും, അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നുണ്ട്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ മൂർഖൻ്റെയും വെള്ളിക്കെട്ടിൻ്റെയും വിഷം ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ്. പിന്നെ രസകരമായ ഒരു കാര്യം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത്, ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ റോമുലസ് വിട്ടേക്കറും ടീമും അവർ ഈ ബിഗ് ഫോറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മൂർഖൻ്റെ കുറേയേറെ ഇവർ ഈ പത്തിയെടുത്ത് നിൽക്കുന്നതും അതെങ്ങനെയാണ് മനുഷ്യരെ കൊത്തുന്നതൊക്കെ കൂടി അവരൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ മനുഷ്യൻ്റെ കാല് പോലെ കുറേ ഡമ്മി കാലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മൂർഖനെ ഒരു സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വിട്ടിട്ട് അതിൻ്റെ ദേഹത്ത് അതിൻ്റെ അടുത്ത് കാല് കൊണ്ടുവച്ചു. ഇപ്പോൾ കാല് കൊണ്ടുവച്ചപ്പോൾ അവർ രസകരമായിട്ടൊരു കാര്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂർഖൻ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മൂർഖൻ ഒരിക്കലും കൊത്താൻ പറ്റില്ല. അവർ ഇങ്ങനെ
പത്തി അടുത്ത് കൊണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചിട്ട് അങ്ങ് മാറുകയാണ്. സാധാരണ കടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കടിച്ച് ആരെങ്കിലും മൂർഖനെ കയറി ചവിട്ടി കഴിഞ്ഞാലോ ഒക്കെയാണ് അത് വന്ന് കടിക്കുന്നത്. അതല്ലേ സാധാരണ മൂർഖൻ പത്തി എടുത്തിരിക്കുന്ന സമയത്ത് മൂർഖന് കടിക്കാനുള്ള ശേഷിയില്ലെന്നാണ് അവർ ഹൈ എൻഡ് ഡെഫിനിഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ല ക്യാമറ വെച്ചിട്ട് സ്ലോ മോഷനിൽ അവർ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. എലികളാണ് സാധാരണ മൂർഖൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളും നമ്മുടെ വീടിനടുത്തൊക്കെ എലികൾ കൂട്ടമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ഫുഡ് വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എലികൾ കൂടുതലായിട്ട് വരും. എലികൾ വരുമ്പോഴത്തേക്കിന് സാധാരണ മൂർഖനെയും അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് മൂർഖനെ കുറിച്ചുള്ള കുറേ ജനറലായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ പാമ്പ് കോമൺ ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന പാമ്പാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വെള്ളിക്കെട്ടൻ വളരെ സാധാരണ ആണെങ്കിലും നമുക്ക് അധികമായിട്ട് കാണാൻ സാധിക്കാറില്ല. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം വെള്ളിക്കെട്ടൻ അഥവാ കോമൺ ക്രേറ്റ് ആക്റ്റീവ് ആകുന്ന രാത്രി കാലങ്ങളിലാണ്. ഇരുട്ടായി കഴിഞ്ഞിട്ട് മാത്രമേ സാധാരണ ഇതിനെ കാണാറുള്ളൂ. പ്രത്യേകിച്ച് ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കിന് മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാമ്പിനെയൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ വേറെ രസകരമായിട്ടൊരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ എൻ്റെ വീട്ടിലോട്ട് ഞാൻ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന എന്തോ പാമ്പിനെ അടിച്ചു കൊല്ലാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊല്ലല്, ഒരു മിനിറ്റ് ഞാൻ വന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു ഓടിനടിയിൽ ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഞാനത് ഒരു കമ്പൗണ്ട് മാറ്റി നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു പാമ്പുണ്ട്, വെള്ളിവരയൻ. കുറേയേറെ സ്പീഷീസ് വെള്ളിവരയനുണ്ട്. ഇപ്പം ട്രാവൻകൂർ വുൾ സ്നേക്ക്, കോമൺ വുൾ സ്നേക്ക്, ഇങ്ങനെ പറയുന്ന കുറേയേറെ വെള്ളിവരയൻ പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിവരയൻ പാമ്പിനെ കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്ത് പറയായിരുന്നടാ, ഇത് വളരെ വിഷമുള്ള നമ്മുടെ വെള്ളിക്കെട്ടൻ പാമ്പാണ്, എനിക്കിപ്പോൾ അതിനെ കൊല്ലണം. ഞാൻ പറഞ്ഞു, ഇത് വെള്ളിക്കെട്ടനല്ല, ഇതിനെ കൊല്ലേണ്ട ആവശ്യമില്ല, ഇതിനെ മാറ്റി വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പം അതൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് അവൻ ഒറ്റയടിക്ക് ആ പാമ്പിനെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാമ്പായിരിക്കും ഈ വെള്ളിക്കെട്ടൻ. കാരണം ഇതിനെ അനുകരിക്കുന്ന കുറേയേറെ പാമ്പുകളുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, റസൽസ് വുൾ സ്നേക്ക് എന്ന് പറഞ്ഞൊരു വുൾ സ്നേക്ക് ഉണ്ട്, കോമൺ വുൾഫ് സ്നേക്ക്, ട്രാവൻകൂർ വുൾ സ്നേക്ക്, ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു ബ്രൈഡൽ സ്നേക്ക്. ഇതിനെയൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മുടെ വെള്ളിക്കെട്ടനെ പോലെ തോന്നും, പക്ഷേ ഇവരൊക്കെ വെള്ളിവരയന്മാരാണ്. ഇനി നമുക്ക് ഈ വെള്ളിക്കെട്ടനെയും വെള്ളിവരയന്മാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നല്ല പിച്ച് ബ്ലാക്ക്, നല്ല കറുത്ത നിറത്തിലാണ്, നല്ല നീളമുള്ള പാമ്പാണ്. അതേസമയം വെള്ളിവരയന്മാർ കുറേ പേര് ബ്രൗൺ കളറിൽ കാണുന്നുണ്ട്. അതേസമയം വെള്ളിവരയന്മാരിലും നല്ല കറുത്ത നിറത്തിലുള്ളുണ്ട്. വെള്ളിക്കെട്ടന്മാരുടെ ദേഹത്ത് പെയർഡ് റിങ്സ് എന്ന് പറഞ്ഞാൽ 2 വെള്ളവര ഒരുമിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. കുറേ ബോഡിയിൽ കുറേ പ്രാവശ്യം കാണാൻ പറ്റും. സാധാരണ വെള്ളിവരയന്മാർക്കൊന്നും ഇങ്ങനെ പെയർഡ് റിങ്സ് കാണാൻ പറ്റില്ല. പിന്നെ ആ വെള്ളവര എന്ന് പറഞ്ഞാൽ ബെല്ലിയുടെ താഴെ വരെ വന്ന് മുട്ടുന്നതാണ് ഈ ഇന്ത്യൻ ക്രേറ്റിന് അല്ലെങ്കിൽ വെള്ളിക്കെട്ടിന്. പക്ഷേ അതേസമയം വെള്ളിവരയന്മാരുടെ ഈ വെള്ളവര, ഒരു വെള്ളവര ഇങ്ങനെ താഴ്ത്ത് വന്നിട്ട് ഇങ്ങനെ വൈഫ് പോലെ ചെറുതായിട്ട് ഫോർക്ക് ചെയ്ത് താഴോട്ട് ബെല്ലിയുടെ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നൊരു കാര്യം, വെള്ളിക്കെട്ടന്മാരുടെ കഴുത്തും തലയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണത്തില്ല. അതേസമയം വെള്ളിവരയന്മാരുടെ പാമ്പുകളുടെയൊക്കെ കഴുത്തും തലയും തമ്മിൽ നല്ല വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ജുവനൈൽസൊക്കെ ഒരുപോലൊക്കെ ഇരിക്കും. ട്രാവൻകൂർ വുൾ സ്നേക്ക് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചില സമയത്തൊക്കെ ഒരുപോലൊക്കെ ഇരിക്കും. പിന്നെ വേറൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, വെള്ളിക്കെട്ടന്മാരുടെ ഈ ദേഹത്തിൻ്റെ മേളിലായിട്ട് എന്ന് പറഞ്ഞാൽ നടുവിന് മേളിലായിട്ട് ഒരു റോ സ്കെയിൽ ഇങ്ങനെ മേളിൽ കൂടെ പോകുന്നുണ്ട്, ശൽക്കങ്ങൾ പോകുന്നുണ്ട്. അത് ഹെക്സോഗണൽ സ്കെയിൽ എന്ന് പറഞ്ഞ് ഷഡ്ഭുജാകൃതിയിലുള്ള ആ ശൽക്കങ്ങൾ തലയുടെ താഴെ മുതൽ അങ്ങ് ടെയിൽ വരെ ഇത് കാണാറുണ്ട്. ആ സാധാരണ ഞങ്ങളൊക്കെ ഈ പാമ്പിനെ കുറിച്ച് പഠിക്കുന്നവരോ അല്ലെങ്കിൽ പാമ്പിനോട് കൂടുതലായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഈ സ്കെയിൽ നോക്കിയിട്ടാണ് നമ്മളിതിനെ സാധാരണയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതേസമയം വെള്ളിവരയന്മാർക്കൊന്നും ഈ ഷഡ്ഭുജാകൃതിയിലുള്ള ഈ സ്കെയിലുകളൊന്നും അവരുടെ ദേഹത്ത് ഇല്ല. ഹെക്സോഗണൽ സ്കെയിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ചില വെള്ളിക്കെട്ടന്മാർക്ക് ഈ 2 റിങ് കാണാറില്ല, ചിലർക്ക് ഈ ഹെക്സോഗണൽ സ്കെയിൽ മിസ്സിങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ കഴുത്ത് പ്രോമിനൻ്റ് ആണോ, അതിന് ഹെക്സോഗണൽ സ്കെയിലുണ്ടോ, 2 റിങ് ഉണ്ടോ, ബ്ലാക്ക് കളർ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഒരു കോമ്പിനേഷൻ എടുത്ത് 2 കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ പാമ്പിൻ്റെ അടുത്ത് ചെല്ലാവുള്ളൂ. പ്രത്യേകിച്ച് കയ്യിലൊന്നും എടുക്കാൻ ശ്രമിക്കരുത്. ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു പാമ്പിനെ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് റെസ്ക്യൂ തുടങ്ങിയ ഒരാൾ വെള്ളിവരയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രേറ്റിനെ എടുത്തിട്ട് കയ്യിലിട്ട് ഇങ്ങനെ കളിക്കുന്നത്, എന്നിട്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ കൈ കൊടുത്ത്, കുറേ കുഞ്ഞുങ്ങളൊക്കെ നിൽപ്പുണ്ട്, കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ സുഹൃത്ത് റിപ്ലൈ ചെയ്തത്, യു ആർ ലക്കി ദാറ്റ് ദ കിഡ്സ് ആർ അലൈവ്. കാരണം പകൽ സമയങ്ങളിൽ ഈ ക്രേറ്റ് ഒന്നും അത്ര ആക്റ്റീവ് അല്ല, വെള്ളിക്കെട്ടന്മാർ വലിയ ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവർക്ക് എടുത്തത്. അപ്പം
ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് പോലും പലപ്പോഴും തെറ്റിപ്പോകാൻ പറ്റും. അപ്പം ഈ പാമ്പിനെ വളരെയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാമ്പാണ്. സാധാരണ ഫീൽഡിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഈ പാമ്പിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലായിരിക്കും. ചിലപ്പോൾ ഒരു ഗ്ലിംസ് മാത്രമായിരിക്കും കാണുന്നത്, കാടിനകത്തൂടെ പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ. അപ്പോൾ പരമാവധി നമുക്ക് കൺഫേം അല്ല, നമുക്ക് ഉറപ്പില്ലെങ്കിൽ ആ പാമ്പിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കുക, ഇതിനെ കൈകൊണ്ട് പിടിക്കാതിരിക്കുക, അതായിരിക്കും ഒരു സേഫ് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വെള്ളിക്കെട്ടന്മാരുടെ ഒരു പ്രത്യേകത, വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വെള്ളിക്കെട്ടന്മാർ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയൊക്കെ അറിയുള്ളൂ. ചില സമയത്തൊക്കെ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈറ്റ് മാർക്കൊന്നും കാണത്തില്ല, കടിച്ചതിൻ്റെ മാർക്കൊന്നും കാണത്തില്ല, ചെറിയ ഉറുമ്പ് കടിച്ച പാടുപോലെ തോന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സിംറ്റംസ് ഒന്നുമില്ല അധികം കടിച്ചു കഴിഞ്ഞാൽ. സാധാരണ ഒരു മൂർഖം കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാതാകും. ഇപ്പോൾ അണലി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് നമ്മുടെ ടിഷ്യൂസിലൂടെയൊക്കെ ചിലപ്പം വെളി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സിംറ്റംസ് ഒന്നും കാണാറില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ചികിത്സിക്കാനും ഒക്കെ ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് ഈ ക്രേറ്റിൻ്റെ കാര്യത്തിൽ. മൂർഖൻ്റേതുപോലെ തന്നെ ശംഖുവരൻ്റേതും ന്യൂറോടോക്സിക് വിഷമാണ്, അല്ലെങ്കിൽ ന്യൂറോടോക്സിക് വെനമാണ്. അത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ മൂർഖൻ മുട്ടയിടുന്നത് പോലെ തന്നെ ക്രേറ്റുകളും മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഓവിപാരസ് പാമ്പുകളാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ പാമ്പുകൾക്ക് പല പേരുകളുണ്ട്. മുതിരവള എന്ന് പറയാറുണ്ട്, കോട്ടയം ഭാഗത്തൊക്കെ മുതിരവള എന്ന് പറയാറുണ്ട്, ശംഖുവരൻ എന്ന് പറയാറുണ്ട്, വെള്ളിക്കെട്ടൻ, ഇങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ പാമ്പുകൾ. പിന്നെ വേറെ രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു പാമ്പുകളെ അപേക്ഷിച്ചിട്ട് ക്രേറ്റുകൾ, വെള്ളിക്കെട്ടൻ കഴിക്കുന്ന മറ്റു പാമ്പുകളെയാണ്. വളരെയേറെ ഒബ്സർവേഷൻ ചെയ്തിട്ടുള്ള ഒരു 90% 90% ഇവർ കഴിക്കുന്നത് ബാക്കിയുള്ള പാമ്പുകളാണ്. എലികളെയും മറ്റും തിന്നാറുണ്ടെങ്കിലും അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണം എന്ന് പറയുന്നത് മറ്റു പാമ്പുകളാണ്. മൂന്നാമത്തെ പാമ്പ് റസൽസ് വൈപ്പർ. നമ്മുടെ നാട്ടിൽ അണലി, ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, ഇങ്ങനെ കുറേയേറെ പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പുകളാണ്. വളരെ സാധാരണമാണ് കേരളത്തിൽ മൊത്തം. ഈ പാമ്പിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കിന് എനിക്ക് രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ മധ്യപ്രദേശിലെ സത്പുര നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ദിവസം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി അതിൽ പോകുന്നുണ്ട്. അപ്പം അവിടെ ഗ്രാമത്തിലുള്ള ഒരു കൃഷിക്കാരൻ എന്താ ചെയ്തത്, അദ്ദേഹം ഒരു ചെറിയൊരു പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചാക്കിൽ ഇട്ടിട്ട് ചാക്ക് കെട്ടിയിട്ട് ഫോറസ്റ്റുകാരുടെ കൊടുത്തു, നിങ്ങളിത് കാട്ടിക്കൊണ്ട് റിലീസ് ചെയ്തു, ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് കിട്ടിയ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടുത്തെ റേഞ്ച് ഓഫീസറായിരുന്ന മഹേശ്വരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ ഹോട്ടലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ വന്നിട്ട് അപ്പം എന്നോട് ചോദിച്ചു, ഡേവിഡ് ജീപ്പിൻ്റെ അകത്തൊരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിരിപ്പുണ്ട്, വേണമെങ്കിൽ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു 8-10 കിലോമീറ്റർ ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുമായിട്ട് യാത്ര ചെയ്ത് വന്നു. അപ്പോൾ പുറകിലത്തെ സീറ്റ് 6 പേര് ഇരിക്കുന്നുണ്ട്. ആ 6 പേരുടെ നടുക്ക് ഈ ചാക്കൊക്കെ വെച്ച് ചിലപ്പോൾ അവർ 2-3 തൊഴിയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇത് ഈ പാമ്പിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാറേ, ഞാനന്ന് പെരുമ്പാമ്പിൻ്റെ കുഞ്ഞല്ല, പോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ചാക്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനെ കണ്ട കാഴ്ച അതൊരു അണലി, അല്ലെങ്കിൽ നമ്മുടെ റസൽസ് വൈപ്പർ ആയിരുന്നു. ഞാൻ കണ്ടപ്പോൾ അതിനെ പേടിച്ച് അന്നേരം തന്നെ ഞാൻ ഇതിനെ കെട്ടിയിട്ട് തിരിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, നാച്ചുറലിസ്റ്റുകൾ, കുറേ അവിടെയുള്ള ഗസ്റ്റുകളെല്ലാം ആ ഫോറസ്റ്റിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് കണ്ടിരിക്കേണ്ട പാമ്പാണിത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെരുമ്പാമ്പിൻ്റെ കുഞ്ഞല്ല, ഇത് ആക്ച്വലി വളരെ വിഷമുള്ള റസൽസ് വൈപ്പർ, നമ്മുടെ നാട്ടിലൊക്കെ അണലി എന്ന് പറയുന്ന പാമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്നു. അപ്പം ഞാൻ അന്നൊക്കെ വിഷമുള്ള പാമ്പിനെയൊക്കെ ഹാൻഡിൽ ചെയ്യും, ഇപ്പോഴൊന്നും വിഷമുള്ള പാമ്പിനെ ഹാൻഡിൽ ചെയ്യാറില്ല. എൻ്റെ ഒരു പാമ്പിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഹുക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പം ഈ ചാക്ക് തുറന്നിട്ട് ഈ പാമ്പിനെ നടുക്ക് വെച്ചു. അപ്പം എടുത്ത് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണം, കുറേ മാറി നിന്നിട്ട് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 2 മീറ്ററെങ്കിലും ദൂരത്ത് നിന്നിട്ട് ഈ പാമ്പിനെ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. കുറേ നടക്കും, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാമ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ഒരു ഒറ്റ ചാട്ടം ചാടിയിട്ട് എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് വീണു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറകോട്ട് ഇങ്ങനെ മാറിയതുകൊണ്ട് മാത്രമേ എനിക്ക് കടി കിട്ടിയില്ല. അപ്പോൾ ഈ റസൽസ് വൈപ്പറിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില സമയത്തൊക്കെ മിസ്റ്റർ 360 എന്നൊക്കെ പറയും, 360 ഡിഗ്രിയിലോട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ചാടി കടിക്കാൻ പറ്റും. അതുകൊണ്ട് ഒത്തിരി പാമ്പാട്ടിമാരൊന്നും ഈ പാമ്പിനെ സാധാരണ ഹാൻഡിൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ അണലി അല്ലെങ്കിൽ റസൽസ് വൈപ്പർ നമ്മുടെ നാട്ടിലുള്ള പെരുമ്പാമ്പുമായിട്ട് വളരെ സാമ്യമുണ്ട്. ആൾക്കാർക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണലിയുടെ കഴുത്ത് നല്ല പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ദേഹത്തുള്ള 3 വളയങ്ങളിലായിട്ട് 3 നിരകളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വളയങ്ങൾ ചെയിൻ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ റസൽസ് വൈപ്പറിനെ കാണാൻ പറ്റും. പിന്നെ ഒരു പാമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാൻബോവാസ് ഉണ്ട്, കോമൺ സാൻബോവ, അപ്പോൾ അല്ലെങ്കിൽ വിറ്റേക്ക സാൻബോവയൊക്കെ ഇതിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അണലിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും. പക്ഷേ ഇതിനെയൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ഇതിൻ്റെ ദേഹത്തുള്ള ഈ വളയങ്ങൾ മാത്രം നോക്കുക, ഈ 3 ചെയിൻ രീതിയിലുള്ള വളയങ്ങൾ നോക്കിയിട്ട് ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
റസൽസ് വൈപ്പർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പാമ്പാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു കാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വലിയൊരു റസൽസ് വൈപ്പർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം റൂമിൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു വലിയ കമ്പൗണ്ട് അതിനെ തോണ്ടി അങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് ആ റസൽസ് വൈപ്പർ ഒരു വലിയൊരു ചീറ്റുന്നൊരു സൗണ്ട് ഉണ്ടാക്കി. ഞാനൊരു ഒറ്റ ചാട്ടത്തിന് ഞാൻ തിരിച്ചെൻ്റെ റൂമിൽ കയറി. എന്താ ചിലപ്പോൾ ഈ സൈക്കിൾ ട്യൂബൊക്കെ തുറന്നു വിടുന്ന ഭയങ്കര സൗണ്ടാണ് ഈ റസൽസ് വൈപ്പേഴ്സൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൂർഖൻ്റെയും വെള്ളിക്കെട്ടൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, അവർ മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. പക്ഷേ അണലികളുടെ കാര്യത്തിൽ അണലികളുടെ ശരീരത്തിനകത്ത് മുട്ട ഇരുന്നിട്ട് ആ മുട്ട അകത്തുനിന്ന് തന്നെ ഹാച്ചായിട്ട് കുഞ്ഞുങ്ങളെ വെളിയിലോട്ട് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്നത് ഓവോ വിവി പാരസ് എന്നാണ് പറയുന്നത്. റസൽസ് വൈപ്പറിൻ്റെ വിഷമെന്ന് പറയുന്നത് അത് രക്തക്കുഴലുകളെയും രക്തം കട്ടപിടിക്കാനുള്ള കഴിവിനെയൊക്കെയാണ് സാധാരണയായിട്ട് ബാധിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, മൂർഖൻ്റെയും വെള്ളിക്കെട്ടൻ്റെയൊക്കെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. പക്ഷേ ഇത് രക്തക്കുഴലുകളെയാണ് സാധാരണ ബാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, റസൽസ് വൈപ്പർ അല്ലെങ്കിൽ അണലി സാധാരണയായിട്ട് കഴിക്കുന്നത് എലികളെയൊക്കെയാണ്. എലികളെ കൂടാതെ ചെറിയ സസ്തനികളെയും തവളകളെയൊക്കെ ഭക്ഷിക്കുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പാമ്പ് സോസ്കെൽ വൈപ്പർ അഥവാ ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന പാമ്പാണ്. നമ്മൾ മറ്റു 3 പാമ്പുകളെക്കുറിച്ചും കേട്ടല്ലോ, കോബ്ര, ക്രൈറ്റ്, റസൽസ് വൈപ്പർ. അത് 3 കേരളത്തിൽ വളരെ സാധാരണമാണ്. പക്ഷേ ഈ ചുരുട്ടമണ്ഡലി കേരളത്തിൽ അപൂർവമാണ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, പാലക്കാട്, വാളയാർ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്, കോഴിക്കോടിന് ചില ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്, പിന്നെ തൃശ്ശൂരും, ഇങ്ങനെയുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ചിന്നാർ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രിഫർ ചെയ്യുന്ന വളരെ ഡ്രൈ ആയിട്ടും ഡെസീഡിയസ് ആയിട്ടുള്ള എന്ന് പറയുക, ഇല പൊഴിയുന്ന കാടുകളും നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലും ചെങ്കല്ല് നിറഞ്ഞ പാറകളുള്ള സ്ഥലത്തൊക്കെ ഇത് സാധാരണ കാണാറുണ്ട് ഈ പാമ്പ്. മറ്റ് ഈ ബിഗ് 4 പാമ്പുകളെ, ഇപ്പം കോബ്രയാണെങ്കിലും മൂർഖൻ, അണലി, റസൽസ് വൈപ്പർ, ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഈ പാമ്പ് വളരെ ചെറുതാണ്. വളരെ ചെറുതാണ്. ബാക്കിയുള്ള പാമ്പിൻ്റെയൊക്കെ പകുതിയോ അല്ല അതിലും ചെറിയ പാമ്പാണിത്. മലയാളത്തിൽ ഇതിന് രസകരമായിട്ടൊരു പേരുണ്ട്, ഈർച്ചവാൾ ശൽക്കാണലി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പക്ഷേ ഇതൊരു ചെറിയ പാമ്പാണ്. ഇങ്ങനെ കോയിൽ ചെയ്തിങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കിന് ഈർച്ചവാളിൻ്റെ പോലുള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പേര് വരാൻ കാര്യം. ഇത് സാധാരണ നല്ല ബ്രൗൺ നിറത്തിൽ കാണാറുണ്ട്, റെഡിഷ് ബ്രൗൺ, നല്ല ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിൽ കാണാറുണ്ട്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള പാമ്പാണ്. നമ്മൾ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് ചാടി കടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയും ഇതിൻ്റെ കണ്ണിൻ്റെ പ്രൊപ്പോർഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് നല്ല സൈസായിരിക്കും. പൂച്ചക്കണ്ണ് പോലാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. പൂച്ചയുടെ പോലുള്ള കണ്ണുകളാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ വേറൊരു രസകരം, നമ്മുടെ നാട്ടിലൊരു പൂച്ചക്കണ്ണൻ പാമ്പുണ്ട്, കോമൺ ക്യാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞ്. ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ ഇത് പൂച്ചക്കണ്ണൻ പാമ്പുമായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പെട്ടായിരിക്കാം. പക്ഷേ പൂച്ചക്കണ്ണൻ പാമ്പിൻ്റെ പ്രത്യേകത, പൂച്ചക്കണ്ണൻ പാമ്പ് അല്ലെങ്കിൽ കോമൺ ക്യാറ്റ് സ്നേക്കിൻ്റെ തലയുടെ മുകളിലൊരു വൈ മാർക്ക് പോലുണ്ട്. അത് ഈ സോസ്കെൽഡ് വൈപ്പറിനില്ല. പിന്നൊരു കാര്യം, ഞങ്ങൾ കുറേയേറെ സയൻറ്റിസ്റ്റുകളും പാമ്പിനെക്കുറിച്ച് പഠിക്കുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കിന് ഈ സോസ്കെൽഡ് വൈപ്പർ കടിച്ചിട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നൊരു ഡേറ്റ നമ്മൾ എടുക്കാറുണ്ടായി. അപ്പം വളരെ കുറച്ച് ആൾക്കാർ, എനിക്ക് തോന്നുന്നു 100 പേര് പോലും സാധാരണ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങളുടെ ഒരു പഠനം. കേരളത്തിൽ തന്നെ എനിക്ക് അറിയില്ല ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടോയെന്ന്. കാരണം ഇത് കൃത്യമായിട്ട് ഇതിനെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം മൂർഖൻ്റെയും അണലിയുടെയും ഒക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്ര പ്രശ്നമില്ല ഇത് ഈ സോസ്കെൽഡ് വൈപ്പറിന്. അതുകൊണ്ട് ഒത്തിരി സയൻറ്റിസ്റ്റുകൾ പറയാറുണ്ട് ഒരു പക്ഷേ ഈ സോസ്കെൽഡ് വൈപ്പറിനെ ഈ ബിഗ് 4ൻ്റെ അകത്തുനിന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പാമ്പുണ്ട്, ഹംനോസ് പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ ഒരു പാമ്പുണ്ട്. അത് കടിച്ചിട്ട് കേരളത്തിൽ ഒരു 4-5 പേരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സോസ്കെൽഡ് വൈപ്പർ കടിച്ചിട്ട് ഇന്നവരാരും മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് വിവരമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോസ്കെൽഡ് വൈപ്പർ ഇപ്പോൾ ഒരു ബിഗ് 4 സ്നേക്ക് തന്നെയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. സോസ്കെൽഡ് വൈപ്പറിൻ്റെ വെനോ എന്ന് പറയുന്നത് ഹീമോടോക്സിക് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തധമനികളെ ബാധിക്കുന്നതാണ്. റസൽസ് വൈപ്പറിനെ പോലെ തന്നെ സോസ്കെൽഡ് വൈപ്പറിൻ്റെ പ്രജനന രീതിയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് ഓവോ വിവി പാരസ് എന്നാണ് പറയപ്പെടുന്നത്. സോസ്കെൽഡ് വൈപ്പറിൻ്റെ ഭക്ഷണ രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റുള്ള പാമ്പുകൾ സാധാരണ എലികളെയും മറ്റ് ജീവികളെയൊക്കെ സസ്തനികളെയൊക്കെ പിടിച്ച് തിന്നുമ്പോഴത്തേക്കിന് സോസ്കെൽഡ് വൈപ്പറുകൾ അധികം തേളുകളെ പിടിച്ച് തിന്നാറുണ്ട്, വലിയ ഇൻസെക്റ്റുകളെ പിടിച്ച് തിന്നാറുണ്ട്, കൂട്ടത്തിൽ പല്ലുകളെ ബാക്കിയുള്ളതിനെ തിന്നാറുണ്ട്. പക്ഷേ കൂടുതലായിട്ടും പഴുതാര, തേളുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന വളരെയേറെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന 4 പാമ്പുകൾ, മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, പിന്നെ ചുരുട്ടമണ്ഡലി. ഇതിൽ സോസ്കെൽഡ് വൈപ്പർ എന്ന് പറഞ്ഞ ചുരുട്ടമണ്ഡലി ഒഴിച്ച് ബാക്കി 3 പാമ്പുകൾ നമ്മുടെ നാട്ടിൻപുറത്തും നമ്മുടെ സിറ്റിയിലും ഒക്കെ വളരെ കോമൺ ആണ്.
നമ്മൾ മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഇൻട്രാക്ഷനൊക്കെ വളരെ കൂടുതലാണ്. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ പാമ്പ് എന്തായാലും കടിക്കും. അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും നമ്മുടെ പറമ്പും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് വെക്കുക. അത് വിറക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈ എവിടെ ഇടുന്ന അവിടെ പാമ്പില്ലെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വെക്കുക. നമ്മൾ പുറത്ത് നടക്കാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ടോർച്ചുമായിട്ട് മാത്രം പോവുക. നമ്മൾ ടോർച്ചില്ലാതെ ഒരു പാമ്പിനെ കയറി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പ് എന്തായാലും കടിക്കും. അപ്പോൾ ആ ആക്സിഡൻറ്റ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ചതച്ചതോ ഈ മണ്ണെണ്ണ ഒഴിച്ചിട്ടൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നവരൊക്കെ ഈ പെട്രോള് ബങ്കിൽ നിന്നൊക്കെ പെട്രോളൊക്കെ കൂട്ടി വെച്ചേക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മൂർഖനെയും അണലിയൊക്കെ പിടിക്കാറൊക്കെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ വെളിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ എന്തായാലും എലികൾ വരും. എലികൾ വന്നു കഴിഞ്ഞാൽ പുറകെ പാമ്പുകളും വരും, മൂർഖനും അണലിയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ കാര്യമാണ്. ഇനി നമ്മുടെ നാട്ടിൻ പുറത്തോ അതോ നമ്മുടെ വീടിനടുത്തോ ചിലപ്പോൾ വീടിനകത്തൊക്കെ ചിലപ്പോൾ പാമ്പുകൾ കയറിയെന്നിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പ് വഴി കുറേയേറെ ആൾക്കാർക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറേ സ്നേക്ക് റെസ്ക്യൂസ് ഉണ്ട്. എനിക്കൊന്നൊരു 3000-ലധികം ഉണ്ട്. അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു 1000-ലധികം സ്നേക്ക് റെസ്ക്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് മനുഷ്യർക്കും പാമ്പിനും പ്രശ്നമില്ലാത്ത രീതിയിൽ, ഹാനികരമല്ലാത്ത രീതിയിൽ അവർ പാമ്പിനെ ഒരു ഹുക്കും ബാഗും പൈപ്പും ഒക്കെ വെച്ചിട്ട് അതിനെ ബാഗിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം തൃശ്ശൂരുള്ള ജോജു മുക്കാട്ടുകര എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തുണ്ട്. പിന്നെ കാസർഗോഡുള്ള സന്തോഷ് പനിയാൽ എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം. അപ്പം ജോജുവിന് എനിക്ക് തോന്നുന്നൊരു വീഡിയോ, ഒരു ചാനലൊക്കെ ഉണ്ട്, സ്നേക്ക് മാനിയാക്ക് എന്നൊക്കെ പറഞ്ഞാൽ, പറ്റുമെങ്കിൽ അതൊക്കെ പോയി കാണുക. പാമ്പുകളെ എങ്ങനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുള്ള കുറേയേറെ നല്ല വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് പാമ്പുകൾക്കും മനുഷ്യർക്കും ഹാനികരമല്ലാത്ത രീതിയിൽ ഇതിനെ റെസ്ക്യൂ ചെയ്യുന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല ഇന്ത്യയിലെ പാമ്പുകൾ. ഇന്ത്യയിൽ നമുക്ക് 350-ലധികം പാമ്പുകളുണ്ട്. വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പം നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അടിയിൽ അറിയിക്കുക. ഞാൻ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.